ഇന്ന് നമുക്ക് റീഡിങ് എടുക്കാനുള്ള കുറേ കുന്നും മലയൊക്കെ ഉള്ള ഏരിയ ആണ്. പക്ഷെ പരമാവധി നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിലോട്ടൊക്കെ വണ്ടി വരും, പക്ഷേ വണ്ടി വരുന്നത് കുറേ കറങ്ങി മാത്രമാണ് വരാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സൊക്കെ എടുത്ത് പരമാവധി വീടുകളിലോട്ട് പോകും. മഴക്കാലമാകുമ്പോഴുള്ളൊരു പ്രശ്നം തെന്നിക്കിടക്കുക എന്നുള്ളതാണ്. ഇവിടെ വലിയ പ്രശ്നമില്ലാത്തപ്പോൾ ഇറങ്ങി പോകാൻ പറ്റും, പക്ഷേ വഴിക്കൊരു വീതി കുറവാണ്. അത് കണ്ടില്ലേ, ആ വഴി താഴത്തുനിന്ന് കയറി വരുന്നൊരു വഴിയാണ്. അതിലേ നമുക്ക് പോകണമെങ്കിൽ ഒരു 2 കിലോമീറ്റർ ചുറ്റി മാത്രമാണ് അങ്ങോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. ആ മുകളിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന രീതിയിലാണ് ഇത് കിടക്കുന്നത്. പിന്നെ ഇവിടെ ബൈക്കിന് വരണമെങ്കിൽ ഒരു സ്ഥലത്ത് പോയി പിന്നെ തിരിച്ച് മുകളിലോട്ട് കയറി വീണ്ടും താഴത്തേട്ട് ഇറങ്ങി അങ്ങനെ വരണം. അതും എല്ലാ വീടുകളിലേക്കും ബൈക്ക് വരണമെങ്കിൽ കുറേ ദൂരം കറങ്ങി മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നടന്നു വരിക മാത്രമാണ് നിവൃത്തിയുള്ളൂ. ആ സ്ഥിതിക്ക് ഇങ്ങനെ കാട് വഴി ക്രോസ് ചെയ്ത് ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി പോകുന്നതാണ് എളുപ്പം. മഴക്കാലമായത് കാരണം കേട്ടോ ഇത്രയും കാട് കയറി കിടക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര കാട് വരില്ല. എന്തായാലും നേരെ പച്ചച്ചെടിയുടെ നടുക്കുന്നൊരു ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഈ വഴി എന്തായാലും നമ്മൾ മീറ്റർ റീഡേഴ്സ് അല്ലാണ്ട് വേറെ ആരും നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് പോണ വഴിക്ക് വള്ളി, എട്ടുകാലി വല അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ചക്ക വീണ് കിടക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള വീട്ടിലെത്തി. അങ്ങനെ പറമ്പ് മാത്രമല്ല കേട്ടോ, നല്ല തെളിഞ്ഞ വഴിയുണ്ട്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താ, ഇപ്പോൾ ഈ റോഡ് നന്നായി തെന്നിക്കിടക്കുകയാണ്. നമ്മൾ വളരെയധികം സൂക്ഷിച്ചാണ് നടന്നു വരുന്നത്. പിന്നെ ആ താഴെ കാണുന്ന വീടില്ലേ, അങ്ങോട്ടേക്കൊന്നും ബൈക്ക് വരില്ല. ഈ കോൺക്രീറ്റ് ഇട്ടേക്കുന്ന ഭാഗം ആ വളവിൻ്റെ അവിടെ മാത്രമാണ് ഉള്ളൂ. ഇവിടെ നിന്നെങ്ങാൻ തെന്നിപ്പോയാൽ പിന്നെ ആ താഴെ കാണുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ മതി. വീഡിയോയിൽ അത്ര മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇത് നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഒരിറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടെന്നാണല്ലോ. അപ്പം നമ്മൾ ഇപ്പം ഇറങ്ങി വന്ന ഇറക്കത്തിന് പകരമുള്ളൊരു കയറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി ഇത് കയറിയാലാണ് നമുക്ക് മെയിൻ റോഡിലോട്ടൊന്ന് എത്തുക. ഇതിലേം ബൈക്ക് ഇറക്കിക്കൊണ്ട് വരിക നല്ല ബുദ്ധിമുട്ടാണ്. ബൈക്ക് ഇറങ്ങുമെന്ന് തന്നെ അറിയില്ല കേട്ടോ. ഈ താഴത്തെ വീട്ടുകാരൊന്നും ഇങ്ങോട്ട് ബൈക്ക് കൊണ്ടുവരാറില്ല. ആ കാണുന്ന ഷെഡിലൊരു കറണ്ട് കണക്ഷൻ ഉള്ളതാണ് കേട്ടോ. അങ്ങോട്ട് വരാൻ അപ്പുറത്തെ സൈഡ് വഴി ചെറിയ തൊണ്ട് വഴിയുണ്ട്. അതിലേക്ക് ഇന്ന് അതിൻ്റെ റീഡിങ് ഓൾറെഡി എടുത്തതാണ്. ഇനി നമുക്ക് റീഡിങ് എടുക്കുവാനുള്ളത് പാടത്തിന് സമീപത്തുള്ള കുറച്ച് വീടുകളിലാണ്. ഇവിടെ നേരത്തെ ഒരു വീടുണ്ടായിരുന്നതാണ്, അത് പൊളിച്ചു കളഞ്ഞു. ഇതിൻ്റെ അപ്പുറമുള്ള വീട്ടിലേട്ടൊന്നും ഒരു രീതിയിലും വണ്ടിക്ക് വരാൻ പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് നടന്ന് തന്നെ വേണം വരാൻ. ആ പുള്ളി അത്ര അപകടകാരിയായ പട്ടിയൊന്നും ആണെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വഴിയിൽ നിന്ന് മാറിപ്പോയി. ആ ഒരു വീട് റീഡിങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാടത്തിൻ്റെ കരയിലുള്ള 2-3 വീടുകളിലെയും കൂടെ റീഡിങ് എടുക്കാണ്ട് കേട്ടോ. അത് നമുക്ക് ശരിക്കും ബൈക്കിന് വരാവുന്നതാണുള്ളൂ. പക്ഷേ ബൈക്കിന് വരണമെങ്കിൽ വേറൊരു സെക്ഷനിൽ പോയി ഒരു 5-6 കിലോമീറ്റർ കറങ്ങി വേണം നമുക്ക് അങ്ങോട്ടേക്ക് വരാൻ. അപ്പോൾ അതിലും എളുപ്പം നമ്മൾ ഇതിലെ നടന്നു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പാടം വഴി നടക്കാൻ തീരുമാനിച്ചു. ഇപ്പം നമ്മൾ നടക്കുന്നത് അരയങ്കാവ് നിന്നും കോട്ടപ്പുറം പോകുന്ന വഴി താഴത്തുള്ള പാടത്തിന് സമീപത്തൂടെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ബൈക്കിന് വരുന്ന വഴി ബ്രഹ്മമംഗലമൊക്കെ പോയിട്ട് വേണം കറങ്ങി വരാൻ. ആമ്പല്ലൂർ അല്ലെങ്കിൽ അരയങ്കാവ് ഭാഗത്ത് വീടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. നമുക്കൊരു കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയുടെ സ്പീഡ് ഇങ്ങനെ കൂട്ടിയിടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ തോടൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറം എത്തിയാൽ റീഡിങ് എടുക്കാനുള്ള ഒരു വീടാവും. ഈ ഭാഗത്ത് മൊത്തം 5 വീടുകളും ഒരു കൺസ്ട്രക്ഷൻ താരിഫിലുള്ള കണക്ഷനും പിന്നെ അതുകൂടാതെ ഒരു മോട്ടോർ വരെയും റീഡിങ് എടുക്കാൻ കേട്ടോ. അതാണ് നമ്മളുടെ ഒരു വീട്. ആ വീട്ടിൽ നിന്ന് ഈ കാണുന്ന തൊണ്ട് വഴി മുകളിലോട്ട് കയറിയാൽ അടുത്ത വീട്ടിലോട്ട് എത്തും. അപ്പോൾ ഇതിലെ വെള്ളം ഒഴുകി ഇവിടുത്തെ മണ്ണൊക്കെ ഒലിച്ചു പോയി ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ താഴത്തുനിന്ന് കയറി വന്നപ്പോൾ കണ്ട വീടില്ലേ, അതാണത്. നമ്മൾ നമ്മുടെ കുട സ്കൂട്ടറിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം കൃത്യമായിട്ട് ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഈ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇനി കയറി നിൽക്കാനായിട്ടൊരു വീടൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഇനി ഓടി അടുത്ത വീട് വരെ കയറുക എന്നുള്ളത് മാത്രമാണ് രക്ഷയുള്ളൊരു പരിപാടിയുള്ളൂ. ഇത് മഴ പെയ്യുന്നതിന് മുമ്പ് എടുത്ത് വെച്ച വീഡിയോസാണേ. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് നനഞ്ഞിട്ടോ. നീ അങ്ങനെയെങ്കിലും കുളിച്ചല്ലോ എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് റീഡിങ് എടുക്കുന്നതിനും 8 രൂപ 92 തന്നെയാണ് കോൺട്രാക്റ്റ് മീറ്റർ റീഡർക്ക് ലഭിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുമല്ലോ. ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളായിരിക്കും ലഭിക്കുക.